ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നടന്ന ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാം അതായത് ഫിസിക്സ് പരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടെമ്പറേച്ചർ എന്നാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒബ്ജക്റ്റ് ഹാസ് കോൺസ്റ്റന്റ് വെലോസിറ്റി. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാസ് ഓഫ് ബോഡി. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണ്, അതായത് ട്രൂ എന്നാണ് ഉത്തരം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വാട്ടർ. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 3/2 kBT. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. റിട്ടാർഡേഷൻ 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9 എ ആൻസർ ട്രൂ, ബി ആൻസർ ട്രൂ. 10 ഇലാസ്റ്റിക് കൊളീഷൻ്റെ ഡെഫിനിഷനാണ്. ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഇലാസ്റ്റിക് കൊളീഷനിൽ കെ ഈസ് കൺസേർവ്ഡ്, ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ്. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കെ ഇ നോട്ട് കൺസേർവ്ഡ്, ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ്. അടുത്തതായി 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആംഗുലാർ വെലോസിറ്റി, ബി ആൻസർ വെക്റ്റർ. 12 എ എസ്കേപ്പ് സ്പീഡിൻ്റെ ഡെഫിനിഷനാണ്. ബി ആൻസർ എസ്കേപ്പ് സ്പീഡ് ഓഫ് ഗ്യാസ് ഓൺ ദ സർഫസ് ഓഫ് മൂൺ ഈസ് ലെസ് ദാൻ ദി സ്പീഡ് ഓഫ് ഗ്യാസ്. 13 ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, അഡിയബാറ്റിക് നോ ഹീറ്റ് ട്രാൻസ്ഫർ. 3 ഐസോകോറിക് കോൺസ്റ്റൻറ്റ് വോളിയം. 4 ഐസോബാറിക് കോൺസ്റ്റൻറ്റ് പ്രഷർ. 14 ആൻസർ ഇ ഈക്വൽ ടു n × 1/2 kBT. അടുത്തതായി ഇതുപോലുള്ള ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. 16 എ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എഫ് പ്രൊപ്പോർഷണൽ ടു dp/dt. അതിൽ നിന്നും എഫ് ഈക്വൽ ടു എം എ എന്ന് പ്രൂവ് ചെയ്യാനാണ് ബി ആൻസർ. 17 എ ആൻസർ കെ ഇ ഈക്വൽ ടു ½ I⍵². പ്രോബ്ലത്തിൻ്റെ ഉത്തരമായി വരുന്നത് 3125 ജൂൾ. 18 ഇതുപോലുള്ളൊരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. 19 എ ബി ആൻസർ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 20 ആൻസർ എ ആൻസർ -dq/dt പ്രൊപ്പോർഷണൽ ടു T2 - T1. ബി ആൻസർ ഇതുപോലുള്ളൊരു ഗ്രാഫാണ്. സി ആൻസർ ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. 21 ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഇതുപോലുള്ളൊരു ഗ്രാഫാണ് വരയ്ക്കേണ്ടതായിട്ട് വരുന്നത്. 22 സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS എന്ന് എഴുതിയാലും മതിയാകും. ബി ആൻസർ ഇതുപോലെയാണ് എഴുതേണ്ടത്, അതായത് T ഈക്വൽ ടു K × √L/G എന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. 23 എ ആൻസർ ചിത്രത്തോടു കൂടി ഓരോരോ വെലോസിറ്റിയും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ബി ആൻസർ ഫാൾസ്. 24 വി ഈക്വൽ ടു ω/A sin ω/t+5. എ ഈക്വൽ ടു -ω²x. 25 ആൻസർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 26 ആൻസർ പ്രൊജക്റ്റൈൽ മോഷൻ ആണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങളാണ് നിങ്ങളിപ്പോൾ h ഈക്വൽ ടു u² sin² θ/2g. പ്രോബ്ലത്തിൻ്റെ ഉത്തരം h ഈക്വൽ ടു 10 മീറ്റർ. 27 ഇതുപോലുള്ളൊരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. v ഈക്വൽ ടു √μrg. 27 ഇൻക്രീസ് ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ്. 28 ഡെറിവേഷനാണ്.
29 ആൻസർ പാസ്കൽസ് ലോ ആണ് എഴുതേണ്ടത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശേഷം ചിത്രം വരച്ചതിന് ശേഷം F2 = A2/A1 F1. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.